மாரியாத்தா தாயே, உனக்கு எவ்வளவு தைரியம் நம்ம குடும்ப கௌரவத்தை கெடுக்கிறது முடிவு பண்ணிட்டியா? வாடி, இத பார், இது எங்க குடும்ப விஷயம், இதுல நீ தலையிடாத. ஏய், மரியாதையை என் கூட வந்துரு. இல்ல, நான் வர மாட்டேன். இல்ல, உன்னை கூட்டு போகாம நான் இங்கிருந்து போக மாட்டேன். தயவு செஞ்சு இவரோட என்ன அனுப்பி வச்சிடாதீங்க. இவரோட நான் போனா என்ன கொண்டு போட்டுடுவாரு. ஏய், என்னடி ரொம்ப நடிக்கிற? அவன் என்ன உனக்கு புருஷனா? ஆமா, எனக்கு இவர் புருஷன் தான். அவ சொல்றது நிஜமா? அதே. என்னப்பா, 2 நாள் கூட அவன் உன் கூட பழகல, அதுக்குள்ள புருஷனா? മര്യാദ അവളെ ഞാൻ കൂടെ അനുപ്പി. എടോ മുരുകരാജ കൗണ്ടറെ, ഇവൾക്ക് തന്റെ കൂടെ വരാൻ സമ്മതമാണെങ്കിൽ കൊണ്ടുപോയിക്കോ. ഓ, ഇല്ലെങ്കിൽ നീ വിടില്ലേ? വിടില്ല. சாபாஷ். இந்த மாதிரி வீரமான ஆம்பளைன்னா, இந்த மாதிரி ரோஷமான ஆம்பளைன்னா முருகராஜ கவுண்டருக்கு ரொம்ப பிடிக்கும். ஆனா என்கிட்ட மோதாத. தம்பி, நீ ஊருக்கு புதுசு, சின்ன வயசு, கொதிக்கிற ரத்தம், அதான் இந்த ஆட்டெல்லாம் காட்டுற. இந்த திமிர் வச்சுக்கிட்டு என் ஊர்ல நடமாட முடியாது. ஏய், வண்டியடா. எங்க கூட போட்டி போட்டுக்கிட்டு என் சித்தி பொண்ண பிடிச்சு வச்சிருக்கியானா? அந்த பரதேசி ராஸ்கல்ட்ட மரியாதை அவளை இப்பே விட்டு சொல்லு, இல்ல இந்த கடையை சாம்பலாக்கிடுவோம். கத்திக்க நின்று தந்தட வகை நினைக்கலாம். ஏய், பாய முறை நாய எங்க அண்ணன் இருந்த கம்பளத்துக்கு ராஜா. ஏய், என் அப்பாவுக்கு தெரியாம இங்க ஒரு ஈக்காக கூட பறக்காதுரா. ഈ പൊള്ളാച്ചി കമ്പളം നിന്റെ തന്തയ്ക്ക് ശ്രീയം കിട്ടിയല്ല. എങ്കിരുന്നോ ഒന്ന് നാങ്ക സത്തം പോട്ട് എങ്ങനെ വളർത്ത പാക്കീங்க? ഞങ്ങളുടെ അപ്പച്ചനെ വരട്ടി പോലെ ഞങ്ങളുടെ വേണ്ട കളി. ഞങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് ഇവിടത്തെ ബിസിനസ് എങ്ങാനും പൊളിക്കാൻ നോക്കിയാണ്ടല്ലോ. என்னடா செய்வன் நாயே? உங்க சித்தப்பன் செத்தது எப்படின்னு தெரியுமில்ல? மரியாதையா இங்கிருந்து போலனா அறுத்துறேன். மரியாதையா பவளத்தை கிட்ட ஒப்படைச்சிடு. அவ எங்க வீட்டு பொண்ணு. നിന്റെ പൊണ്ണാണെന്നും പറഞ്ഞ് നീ വീട്ടിൽ പോയിരുന്നാ മതിടാ. അവളിപ്പോ ആമ്പിളാണ് കൂടെയാ. എലിക്കപ്പെട്ടതേ പന്നികാരു ആകുന. തെലുങ്ക് തെലുങ്ക്. എലി വലുതായാൽ പെരിച്ചാഴി ആകില്ലെന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? വാളാട്ടാതടാ നായേ. ഉണ്ണേ ഇനി ഞങ്ങളടുത്ത് കളിച്ചാലുണ്ടല്ലോ. പോടാ പുല്ലേ. മര്യാദക്ക് കടയുടെ മുമ്പിൽ നിന്ന് പോയില്ലെങ്കിൽ എല്ലാത്തിനും അരിഞ്ഞ് കാണിലൂടെ പട്ടികളെ. മുളകരച്ചിയവും കണ്ണിലെ തേച്ചിടുക.
എന്റെ കർത്താവ് ഇനി ഇവിടെ കിടക്കപ്രതി ഉണ്ടാവത്തില്ലല്ലോ. എടാ ഉടനെ നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഐ എം സോറി അങ്കിൾ. എടാ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ നീയും അവളും തമ്മിലുള്ള ബന്ധം എന്താ? അത് അങ്കിളെ ഈ ബന്ധം ചോദിച്ചാ. എടാ ഡാനി, ഗോവയെ റൗഡീസ് ഒന്നും ഇവിടെ കാണിക്കരുത്. എടാ അവൾ ആ ഗവർണറുടെ ഭാര്യയുടെ അനിയത്തിയുടെ മകളാ. അവളെയാ നീ പൊറപ്പിച്ചോണ്ടിരിക്കുന്നേ. അങ്കിൾ അത് ഒന്നും പറയണ്ട, അവളെ ഇപ്പൊ ഇവിടെ ഇറക്കി വിടണം. എടാ ഇവിടെ കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കാത്തവന്മാരാ ഗവർണർമാര്. അങ്കിൾ എന്നോട് ക്ഷമിക്കണം, എല്ലാം ഞാൻ തുറന്നു പറയാം. ഞാൻ പവിഴത്തെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അങ്കിൾ ഞങ്ങളെ അനുഗ്രഹിക്കണം പ്ലീസ്. എന്റെ കർത്താവെ, ഇവനൊന്നും ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. ஹலோ, சிஎஸ் ஸ்பீக்கிங். இன்ஸ்பெக்டர் தம்பியா? வணக்கம் சார். வணக்கம் வணக்கம். என்ன விஷயம் சார்? കൊച്ചാപ്പയുണ്ട്. ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. ഗോവയിൽ ഇരുന്ന് വന്ന ഒരാൾ പൊള്ളാച്ചിയിലെ மிஸ்டர் டானி, உங்களை அரெஸ்ட் பண்றேன். എന്തിനാ സാർ? கவுண்டர் விட்டு பொண்ணை கடத்திட்டு வந்ததுக்கு. ഞാനൊരു പെണ്ണെയും കടത്തിക്കൊണ്ട് വന്നിട്ടില്ല സാർ. அந்த விஷயம் நான் ஸ்டேஷன்ல வந்து சொல்லுங்க. சார் எதுக்கு இவ்வளவு கோவப்படுறது? பிராயபூர்த்தியாய ஆணும் பெண்ணும் கல்யாணம் செய்யாமல் இடம் தான் இந்த ரெஜிஸ்டர் ஆபீஸ். அது இதுவரைக்கும் உங்களுக்கு தெரியாதா? அது எனக்கும் தெரியும், நீ பேசாம இரு. இந்த பொண்ணு யாருன்னு தெரியுமா? இந்த ஊர் பஞ்சாயத்து தலைவரோட பொண்ணு. ആരുടെ പെണ്ണായാലും പെണ്ണല്ലേ സാർ? ആണിനും പെണ്ണിനും തമ്മിലല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ? எங்க நாட்டிலൊക്കെ അങ്ങനെയാ. அந்த கவுண்டரோட பேச்சும் கேட்டு உங்களை போல நியாயம் கைகாரியம் செய்த ஒரு சிஐ இந்த மாதிரி விஷயங்களும் தலையிடக்கூடாது சார். ஏமா ஓ இஷ்டப்படி அந்த மேரேஜ் நடந்ததா? ஆமா சார். இஸ் இட்? சாருக்கு சென்ஸ் இருக்குடா. விஷயம் சொன்னா புரியும். കാര്യം പറയാൻ പറ്റില്ല. മനസ്സിലായാലും ഇല്ലെങ്കിലും പോയിട്ട് നന്നായി. ഇല്ലെങ്കിൽ കാണാം. ഇങ്ങോട്ട് വാടാ. ഗോവയിൽ എന്റെ ഹൗസ് ഓണർ മിസ്റ്റർ പെരേരയുടെ മോള് മാർഗറ്റിനെ ഇവനെ കൊണ്ട് മാരേജ് ചെയ്യിപ്പിക്കാൻ അയാൾ കമ്പൽ ചെയ്തതാണ്. കണ്ടമാനം മണീസുള്ള മനുഷ്യനാ. ഇനി പെരേരയുടെയും മാർഗറ്റിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ ലുക്ക് ചെയ്യും? അതാ പെരയുടെ മുഖത്ത് നോക്കിയാ പിന്നെ മാർഗരറ്റിന്റെ മുഖത്ത് നോക്കേണ്ട കാര്യമില്ല. ആന്റിയുടെ അത്ര സുന്ദരിയല്ലേ? അതിന്റെ അത്ര വൾഗറല്ല. പോണവിടുന്ന്. നിനക്ക് കോനടിക്കാൻ പറ്റിയ പ്രായമല്ല ആന്റി. സോറി. ആന്റി ഇനിയിപ്പോ ഗോവയിലേക്ക് ഒന്നും പോകണ്ട. നമുക്ക് എല്ലാവർക്കും കൂടി ഇവിടെ അങ്ങ് കൂടാ. ആ എന്റെ തലയിലെഴുത്ത് അത് ഷേവ് ചെയ്താ പോവില്ലല്ലോ. അതിന് നല്ല പാമോലി ക്രീം ഉപയോഗിച്ചാൽ മതി ആന്റി. തണ്ണി നീ അധികം ഫണ്ണി ആവണ്ട. ഐ ആം യുവർ അൽഫോൻസ് ആന്റി. അത് നീ മറക്കണ്ട. പിള്ളേഴ്സല്ലേ ആന്റി, ലീവ് ഇറ്റ്. ഐ നോ ഐ നോ. ഇനി ഇവിടെ ഇരുന്ന് സമയം കളയണ്ട. അപ്പച്ചൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നമുക്ക് പോവാം. നമുക്ക് ഇറങ്ങാം. ആ തൊമ്മി ആകെ പിണങ്ങിയിരിക്കുക. ഇനി ഞാൻ ചെന്നിട്ട് വേണം അവനെ കൺസീവ് ചെയ്യാൻ. അപ്പച്ചന്റെ പിണക്കമൊക്കെ 2 ദിവസത്തേക്ക് ഉള്ളന്നേ. എന്നാ പിന്നെ ഞങ്ങൾ വരട്ടെ. സ്വീറ്റ് ഡ്രീംസ്. വരട്ടെ. വാള വാള അവര് കിടന്ന് ഉറങ്ങട്ടെ. ചുമ്മാ കിടന്ന്. അല്ല ഡാൻസയാ ക്ലിയർ ചെയ്താ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു.